നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSEBിയിലെ അന്യായ സ്ഥലം മാറ്റത്തിനെതിരെ പ്രതിഷേധവുമായി ജീവനക്കാർ. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പാഠങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ സൗഹൃദ സംഗമവുമായി SSF. സംഗമം ഒക്ടോബർ 2 മൊഗ്രാൽ പുത്തൂരിൽ. നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നു. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസ് മാർച്ച്. മഞ്ചേശ്വരത്ത് വീണ്ടും മണൽ വേട്ട. അനധികൃതമായി കടത്തുകയായിരുന്ന 2 മണൽ ലോറികൾ പോലീസ് പിടിച്ചെടുത്തു. മുനിസിപ്പൽ UP സ്കൂളിന്റെ പൂട്ട് തകർത്ത് കവർച്ച. 9 മാസത്തിനിടെ ഇത് 2ാമത്തെ കവർച്ച. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വിദ്യാനഗർ മായിപ്പാടി റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ യുവാക്കൾ രംഗത്ത്. ഉപരോധ സമരവുമായി DYFI. 1 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ വിവരം ഇനി ഒറ്റ ഡാറ്റാബേസിൽ. UDISന്റെ പരിശീലനത്തിന് ബേക്കൽ പുതിയ കണ്ടത്ത് സമാപനം. വാർത്തകൾ വിശദമായി. KSEBിയിലെ അന്യായമായ സ്ഥലം മാറ്റത്തിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ സർക്കിൾ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC നേതൃത്വത്തിലായിരുന്നു പ്രകടനം നടത്തിയത്. ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റി പീഡിപ്പിക്കുകയാണ്. KSEBിയിലെ ജീവനക്കാരെ തിരഞ്ഞുപിടിച്ച് സ്ഥലം മാറ്റുക എന്നത് ഗവൺമെന്റിന്റെ അജണ്ടയായി മാറിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചാണ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രതിഷേധ പ്രകടനത്തിന് ശേഷം ചേർന്ന സംഘടനയുടെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി A. ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. UDF അനുകൂല സംഘടനകളിലെ ജീവനക്കാരെ തലങ്ങും വിലങ്ങും സംസ്ഥാനത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥലം മാറ്റുന്ന ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. ആ സ്ഥലം മാറ്റത്തിന് എതിരെ പ്രതിഷേധ പ്രകടനവുമായി ബഹുമാനപ്പെട്ട ചീഫ് എഞ്ചിനീയർ HR മുമ്പാകെ പ്രതിഷേധം നടത്തുമ്പോൾ അതിനെതിരെ LDF സർക്കാരിൻ്റെ പ്രത്യേകിച്ച് CPMന്റെ CITU സംഘടനയുടെ ഒത്താശയോടുകൂടി അന്നത്തെ അവിടെ വരെയുള്ള CHRM അവർക്ക് അനുകൂലമായി നമ്മുടെ സംഘടനയിലെ 11ഓളം ജീവനക്കാരെ സസ്പെൻഷൻ ചെയ്യാനുള്ള ഉത്തരവ് ഇറക്കി. യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു അന്നത്തെ ആ പ്രതിഷേധ പ്രകടനം നടത്തിയത്. സർക്കിൾ ഓഫീസിന് മുമ്പിൽ നടന്ന പരിപാടിയിൽ നിരവധി ജീവനക്കാർ പങ്കെടുത്തു. അന്യായ സ്ഥലമാറ്റം റദ്ദാക്കണമെന്ന് ഷാഹുൽ ഹമീദ് ആവശ്യപ്പെട്ടു. നമുക്കൊന്നിക്കുക, നാടിനെ നിർമ്മിക്കുക എന്ന സന്ദേശവുമായി SSF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സൗഹൃദ സംഗമം ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ നടക്കുമെന്ന് SSF ഭാരവാഹികൾ അറിയിച്ചു. മൊഗ്രാൽ പുത്തൂരിലാണ് സൗഹൃദ സംഗമം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന തലത്തിൽ 6 കേന്ദ്രങ്ങളിലാണ് സൗഹൃദ സംഗമം സംഘടിപ്പിക്കുന്നത്. ഗാന്ധിയും മുഹമ്മദ് അലിയും സൗഹൃദം പാടുന്നു പറയുന്നു എന്ന ശീർഷകത്തെ അടിസ്ഥാനമാക്കിയാണ് പരിപാടി നടത്തുന്നത്. സൗഹൃദം നഷ്ടപ്പെടുന്ന വർത്തമാനകാലത്ത് സ്നേഹത്തിന്റെയും സഹിഷ്ണുതയുടെയും നല്ല ഇന്നലകളെ തിരിച്ചു കൊണ്ടുവരാനും അത് പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താനുമാണ് സംഗമം സംഘടിപ്പിക്കുന്നതെന്നും SSF ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗാന്ധിജിയും മൗലാന മുഹമ്മദ് അലിയും സൗഹൃദം പാടുന്നു പറയുന്നു എന്ന ശീർഷകത്തിൽ സംസ്ഥാന വ്യാപകമായി സൗഹൃദ സംഗമം സംഘടിപ്പിക്കുകയാണ് SSF. സംസ്ഥാനത്ത് 6 കേന്ദ്രങ്ങളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ പ്രോഗ്രാം മൊഗ്രാൽ പുത്തൂരിൽ വെച്ചുകൊണ്ട് ഒക്ടോബർ 2 ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് സംഘടിപ്പിക്കുകയാണ്. സൗഹൃദ ക്യാമ്പയിന്റെ ഭാഗമായി സൗഹൃദ ചായ, കണ്ണിമാങ്ങ, സെമിനാർ, സൗഹൃദ പാഠം, സൗഹൃദയാത്ര, സ്നേഹവിരുന്ന്, സൗഹൃദ സംഗമം എന്നിവ സംഘടിപ്പിക്കും. ഒക്ടോബർ 2-ാം തീയതി വൈകിട്ട് 4 മണിക്ക് പത്മനാഭൻ ബ്ലാത്തൂർ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു.
വാർത്താസമ്മേളനത്തിൽ അബ്ദുറഹ്മാൻ സഖാഫി ചിപ്പാർ, സ്വലാഹുദ്ദീൻ അയൂബി, ഹക്കീം ഹാജി മഠം, സിദ്ദിഖ് പുത്തപ്പലം, ഫറൂഖ് കുഞ്ചത്തൂർ, KM അബ്ദുറഹ്മാൻ കളത്തൂർ, സിറാജ് കോട്ടക്കുന്ന് എന്നിവർ പങ്കെടുത്തു. നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യം കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നിർമ്മാണ മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും ഏകീകരിച്ച് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ധർണ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CITU ഏരിയ സെക്രട്ടറി KV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലാകമാനം ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ കെട്ടിട നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളായിട്ട് ഉണ്ട് എന്ന് നമുക്കറിയാം. വളരെ അപകടം പിടിച്ച ഒരു ജോലിയാണ് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്നത്. സാധാരണ രീതിയിലുള്ള ചെറിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുതൽ അമ്പരചുണ്ടികളായിട്ടുള്ള ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണങ്ങൾ വരെ ഏറ്റെടുത്ത് നടത്തുന്നത് ഈ മേഖലയിലെ തൊഴിലാളികളാണ് എന്ന് നമുക്കറിയാം. M ബാലകൃഷ്ണൻ അധ്യക്ഷനായി. CV കൃഷ്ണൻ, ബല്ലാരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അഖിലേന്ത്യാടിസ്ഥാനത്തിൽ നടക്കുന്ന തൊഴിലാളി സമരത്തിന്റെ ഭാഗമായി നിർമ്മാണ തൊഴിലാളികൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ CITU നേതൃത്വത്തിലായിരുന്നു മാർച്ച്. നിർമ്മാണ തൊഴിലാളി വെൽഫെയർ ആക്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുക, പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിക്കുക, നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം തടയുക, സിമന്റ്, കമ്പി തുടങ്ങിയവ ന്യായമായ വിലയ്ക്ക് ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തിയത്. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ പശ്ചാത്തലത്തോടെ വീഴ്ചകളെല്ലാം രാജ്യത്തെ നിർമ്മാണ തൊഴിലാളികളുടെ സംഭാവനയാണ്. അവരുടെ വിയർപ്പിൻ്റെ വിലയാണ്. അവരുടെ ചോര കൊടുത്താണ് ഈ സ്ഥാപനങ്ങളെല്ലാം കിട്ടിപ്പോയി. എന്നാൽ രാജ്യത്തിൻ്റെ വികസനത്തിന് പണിയെടുക്കുന്ന നിർമ്മാണ രംഗത്തെ കുടിക്കുന്നതായ തൊഴിലാളികൾ സംരക്ഷണം കൊടുക്കാൻ ഉതകുന്ന നിയമനിർമ്മാണങ്ങൾ നിരവധി വർഷക്കാലത്തെ ത്യാഗോജ്ജലമായ പോരാട്ടത്തിലൂടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നേടിയെടുത്തിട്ടുണ്ട്. എന്നാൽ ദേശവ്യാപകമായി ഏകീകരിച്ച ഒരു നിയമം, തൊഴിലാളി സംരക്ഷണ നിയമം ഉണ്ടാക്കാൻ ലഞ്ചം പിടിക്കുന്ന ഭരണാധികാരികൾ നിയമനം തയ്യാറായി. KV ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ കാസർഗോഡ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. CITU ഏരിയ സെക്രട്ടറി K ഭാസ്കരൻ, EK പങ്കജാക്ഷൻ, KV ബാലകൃഷ്ണൻ, K കൃഷ്ണൻ, TM നന്ദനൻ എന്നിവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. മതിയായ രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 2 ലോറി മണൽ മഞ്ചേശ്വരം പോലീസ് പിടിച്ചെടുത്തു. ഹൊസങ്കടിയിൽ വെച്ചാണ് മണൽ ലോറികൾ പിടികൂടിയത്. കർണാടകയിൽ നിന്ന് അനധികൃതമായി കാസർഗോഡ് ഭാഗത്തേക്ക് 2 ടോറസ് വണ്ടികളിലായി കടത്തുകയായിരുന്ന മണൽ പോലീസ് പിടിച്ചെടുത്തു. വെള്ളിയാഴ്ച പുലർച്ചെയാണ് വണ്ടികൾ പിടിച്ചെടുത്തത്. ലോറിയിലുണ്ടായിരുന്നവർ പോലീസിനെ കണ്ട ഉടനെ ഓടി രക്ഷപ്പെട്ടു. മഞ്ചേശ്വരം SI P പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് മണൽ ലോറികൾ പിടിച്ചത്. ഹൊസങ്കടിയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് അനധികൃതമായി മണൽക്കടത്ത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 2 ദിവസം മുമ്പ് മഞ്ചേശ്വരത്ത് സമാന രീതിയിൽ മണൽക്കടത്ത് ലോറികൾ മഞ്ചേശ്വരം പോലീസ് പിടിച്ചിരുന്നു. ഈ ലോറിയിലെ 3 പേരെ മാത്രമാണ് പിടികൂടാനായത്. ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് മുനിസിപ്പൽ സ്കൂളിന്റെ പൂട്ട് തകർത്ത് പണവും രേഖകളും കവർന്നു. ഇത് 2ാം തവണയാണ് ഇവിടെ കവർച്ച നടക്കുന്നത്. മല്ലികാർജുന ക്ഷേത്ര പരിസരത്തെ മുനിസിപ്പൽ സ്കൂളിലാണ് മോഷണം നടന്നത്. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂളിൽ ഇത് 2ാം തവണയാണ് മോഷണം നടക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ പ്രധാനാധ്യാപക K സരോജിനി സ്കൂളിലെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. സ്കൂളിലെ ഓഫീസ് റൂമിലാണ് മോഷണം നടന്നത്. അലമാര തുറന്ന് നിരവധി ഫയലുകളും നശിപ്പിച്ചിട്ടുണ്ട്. 9 മാസം മുമ്പാണ് ഇവിടെ ഇതിനു മുൻപ് കവർച്ച നടന്നത്. അലമാരയിൽ സൂക്ഷിച്ച 2500 രൂപയാണ് മോഷ്ടിച്ചത്. ഇന്ന് രാവിലെ 8:20 ഞാൻ രാവിലെ സ്കൂള് ഗേറ്റ് തുറന്ന് അകത്ത് വന്നു ഓഫീസ് റൂം തുറന്ന നിലയിൽ കാണപ്പെട്ടു. അപ്പം ഞാൻ അകത്ത് ചെന്ന് നോക്കിയപ്പം 3 ഗോദ്രേജ് കുത്തി തുറന്ന് സാധനങ്ങളെല്ലാം പുറത്ത് ഇട്ട നിലയിലാണ് കണ്ടത്. അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെ വലിപ്പ് തുറന്ന് എല്ലാം താഴെ ഇട്ടിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും തുറന്നതായി
താഴെയിട്ടതായി കണ്ടു. അതുപോലെ തന്നെ സ്കൂളിൽ വെച്ചിരുന്ന ഒരു 2400 രൂപ അതും കാണാതായിട്ടുണ്ട്. പരാതിയെ തുടർന്ന് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തകർന്നു കിടക്കുന്ന വിദ്യാനഗർ മായിപ്പാടി റോഡ് നന്നാക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ മധൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന വിദ്യാനഗർ മായിപ്പാടി റോഡിൻ്റെ ശോചനീയാവസ്ഥക്കെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത്. നിരവധി തവണ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം നടത്തിയിരുന്നെങ്കിലും അധികൃതർ സെപ്റ്റംബർ 1 പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് അറിയിച്ചു. എന്നാൽ മാസം 1 കഴിഞ്ഞിട്ടും അധികൃതർ ഈ റോഡിനെ അവഗണിക്കുന്ന നടപടിക്കെതിരെയാണ് ഡിവൈഎഫ്ഐ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ഉപരോധ സമരം ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് CA സുബൈർ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു റോഡ് ഗതാഗത യോഗ്യം അല്ലാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ആവശ്യമായിട്ടുള്ള നടപടി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്യേണ്ടതാണ്. നമുക്കറിയാം, ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതിന്റെ എല്ലാം സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഇപ്പോ ഈ റോഡ് പണി അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതിനെ ഗതാഗത യോഗ്യമല്ലാതായിട്ട് ഇവിടെ നൂറുകണക്കിന് വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന ഈ റോഡിനകത്ത് യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ റോഡ് മാറിയിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ജലീൽ ചെട്ടുംകുഴി അധ്യക്ഷത വഹിച്ചു. എത്രയും പെട്ടെന്ന് റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചില്ലെങ്കിൽ വരും ദിനങ്ങളിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് നൽകി. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ വഴിയാത്രക്കാർക്ക് വരെ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. CPM മധൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K രവീന്ദ്രൻ, ഡിവൈഎഫ്ഐ കാസർഗോഡ് ബ്ലോക്ക് സെക്രട്ടറി P ശിവപ്രസാദ്, മേഖലാ സെക്രട്ടറി CM ബഷീർ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. രാജ്യത്തെ 1 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ സമ്പൂർണ്ണ വിവരശേഖരണവും പഠന തുടർച്ചയും ഒരു ഡാറ്റാബേസിലൂടെ ദേശീയ തലത്തിൽ നിരീക്ഷിക്കാൻ സാധിക്കുന്ന UDS-ന്റെ ബേക്കൽ ഉപജില്ലാ പരിശീലനം നടന്നു. പുതിയ കണ്ടത്ത് വെച്ചാണ് പരിശീലനം നടന്നത്. ബേക്കൽ ഉപജില്ലയുടെ പരിധിയിൽപ്പെടുന്ന സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ്, നവോദയ തുടങ്ങിയ 83 വിദ്യാലയങ്ങളിലെ മേലധികാരികളും അധ്യാപകരും പരിശീലനത്തിൽ പങ്കെടുത്തു. GUPS പുതിയ കണ്ടത്ത് വെച്ചായിരുന്നു പരിശീലനം നടന്നത്. പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ ഒരുക്കങ്ങൾ ബേക്കൽ BRC നടത്തിയിരുന്നു. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെതായിട്ടുള്ള ഒരു അറിവും അതിൻ്റെ കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അധ്യാപകർ മുമ്പോട്ട് വരുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടൊരു കാര്യമാണ്. ബേക്കൽ AEO K ശ്രീധരൻ അധ്യക്ഷനായി. SSI ജില്ലാ പ്രൊജക്ട് ഓഫീസർ K രവിവർമ്മൻ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഗീത, വിജയൻ മാസ്റ്റർ, രാമചന്ദ്രൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. BVO KV ദാമോദരൻ സ്വാഗതവും ട്രെയിനർ KV രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും നെല്ലിക്കുന്ന് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സംഗീതാർച്ചന സംഘടിപ്പിക്കും. ഒക്ടോബർ 6-നാണ് 1000 പേരെ ഉൾപ്പെടുത്തി പരിപാടി നടത്തുന്നത്. ഒക്ടോബർ 6-ന് ഉച്ചയ്ക്ക് 2:30-ന് നെല്ലിക്കുന്ന് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടി. എൻഡോസൾഫാൻ ദുരിതബാധിതനായ ബദിയിടുക്കയിലെ കൃഷ്ണകുമാർ പക്കമേളമൊരുക്കും. വിദ്യാർത്ഥിനി ജ്യോതിക S റായി, കാസർഗോഡ് ശ്രീധർ റായ് എന്നിവർ തബലയും, രമേശൻ പുനത്തിരിയൻ ട്രിപ്പിൾ ഡ്രമ്മും, വെള്ളിക്കോത്ത് കൃഷ്ണഭട്ട് ഹാർമോണിയവും, രാധാലക്ഷ്മി ടീച്ചർ ഇലത്താളവുമായി വേദിയിലുണ്ടാകും. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വിദ്വാൻ P കേളുനായരുടെ വിശിഷ്ട രചനയും പരിപാടിയിൽ അവതരിപ്പിക്കും.
വെള്ളിക്കോത്ത് വിഷ്ണുഭട്ടിന്റെ നേതൃത്വത്തിലാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. ഗാന്ധി ജയന്തി ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന പരിപാടിക്ക് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും നെല്ലിക്കുന്ന് ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി സഹകരിച്ചാണ് അവതരിപ്പിക്കുന്നത്. ഗാന്ധി ജയന്തി വാരാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന സംഗീത പരിപാടിയിൽ 1000 പേരാണ് അണിനിരക്കുന്നത്. സ്വാതന്ത്ര്യദിനമടക്കമുള്ള പരിപാടികൾക്ക് വ്യത്യസ്തങ്ങളായ രീതിയിൽ ഗാനാർച്ചനകൾ നടത്തി ശ്രദ്ധേയനായ വെള്ളിക്കോത്ത് വിഷ്ണുഭട്ട് മാഷിന്റെ മറ്റൊരു ശ്രദ്ധേയ പ്രോഗ്രാമാണ് സംഗീതാർച്ചന. ജനകീയ സംഗീത പ്രസ്ഥാനവും ജില്ലാ ഇൻഫർമേഷനും കൂടി സംയുക്തമായി നടത്തുന്ന ഒരു പരിപാടിയാണിത്. സ്കൂളിലെ 1000 കുട്ടികൾ ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ജനകീയ സംഗീത പ്രസ്ഥാനത്തിൻ്റെ ഒരു ഗാന്ധി സ്മൃതിഗീതമാണിത്. ഇതൊരു വൻ വിജയമായി തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. വിദ്വാൻ പി കേളുനായർ എഴുതിയൊരു കവിതയാണിത്. സ്വാതന്ത്ര്യദിനമടക്കമുള്ള പരിപാടികൾക്ക് വ്യത്യസ്തങ്ങളായ രീതിയിൽ ഗാനാർച്ചനകൾ നടത്തി ശ്രദ്ധേയനായ വെള്ളിക്കോത്ത് വിഷ്ണുഭട്ട് മാഷിന്റെ മറ്റൊരു ശ്രദ്ധേയ പ്രോഗ്രാമാണ് സംഗീതാർച്ചന. സ്വാതന്ത്ര്യ സമര സേനാനി കെ മാധവന്റെ നിര്യാണത്തിൽ അനുശോചനം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലാണ് സർവകക്ഷി യോഗം നടന്നത്. പോലീസിന്റെ ശ്രദ്ധകൊള്ളാനും ജയിലിൽ കിടക്കാനും മർദ്ദനങ്ങൾ അനുഭവിക്കാനും രാജ്യത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അന്ന് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള പ്രതിഫലനം ഇന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയാത്തത്. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുമായ കെ മാധവന്റെ വേർപാടിൽ അനുശോചിച്ച് സർവകക്ഷി അനുശോചന യോഗം നടന്നു. കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിലാണ് അനുശോചന യോഗം നടന്നത്. CPI സംസ്ഥാന സമിതി അംഗം KV കൃഷ്ണൻ അധ്യക്ഷനായി. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK നാരായണൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ, CPM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, V കമാരൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ബഷീർ വെള്ളിക്കോത്ത്, A വേലായുധൻ, അഡ്വക്കേറ്റ് CV ദാമോദരൻ, PP രാജു, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, C യൂസഫ് ഹാജി, DV ബാലകൃഷ്ണൻ, P മുരളീധരൻ, ബംഗളം കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാറിൽ മദ്യം കടത്തുന്നതിനിടെ പോലീസിനെ കണ്ട് കാർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്തു. മഞ്ചേശ്വരം കടമ്പാറിലെ നവീൻ കുമാർ ഷെട്ടിയെയാണ് അറസ്റ്റ് ചെയ്തത്. 1488 കുപ്പി മദ്യമാണ് പോലീസ് അന്ന് പിടിച്ചെടുത്തത്. കാസർഗോഡ് CI CA അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 22-ന് രാത്രി റിഡ്സ് കാറിൽ കടത്തുകയായിരുന്ന 1488 കുപ്പി മദ്യം നെല്ലിക്കുന്ന് ബീച്ച് റോഡിൽ വെച്ച് കാസർഗോഡ് അഡീഷണൽ SI വരുൺ G കൃഷ്ണയും സംഘവും പിടിച്ചിരുന്നു. പോലീസ് പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട പ്രതിയെ ഇന്ന് ഉച്ചയോടെ കറന്തക്കാട്ട് വെച്ചാണ് CIയും സംഘവും അറസ്റ്റ് ചെയ്തത്. പ്രിൻസിപ്പൽ SI രഞ്ജിത്ത് രവീന്ദ്രനും അഡീഷണൽ SI വരുൺ G കൃഷ്ണയും CIക്കൊപ്പമുണ്ടായിരുന്നു. കർണാടകയിൽ നിന്ന് മദ്യമെത്തിച്ച് വിവിധ ഭാഗങ്ങളിൽ മൊത്തവിൽപ്പന നടത്തുകയാണ് നവീൻ കുമാറിന്റെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. മദ്യം കടത്തിയതിന് ആദൂർ സ്റ്റേഷനിലും നവീനെതിരെ കേസ് നിലവിലുണ്ട്. കടമ്പാറിൽ കത്തികാട്ടി വൃദ്ധ ദമ്പതികളെ കവർച്ച ചെയ്ത കേസിലെ പ്രതികൾ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കി. സെപ്റ്റംബർ 9-ന് പുലർച്ചെയായിരുന്നു മഞ്ചേശ്വരം കടമ്പാറിലെ രവീന്ദ്രനാഥ് ഷെട്ടിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. കഴിഞ്ഞ ദിവസമാണ് മഞ്ചേശ്വരം കുണ്ടുകുളത്തെ അൻസാർ, തുമിനാട് ഹിൽ ടോപ്പ് നഗറിലെ റഹ്മാൻ മുബാറക്, മഞ്ചേശ്വരം ഉദ്യാവാര സ്വദേശി മുഹമ്മദ് ഹനീഫ, ഇംതിയാസ് എന്നിവരെ മഞ്ചേശ്വരം CI VV മനോജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 20 പവനും 25,000 രൂപയും കാറുമാണ് ഇവർ കവർച്ച ചെയ്തത്. മുഖംമൂടി ധരിച്ചെത്തിയ ഇവരിൽ അൻസാറിനെ ഗൃഹനാഥൻ രവീന്ദ്രനാഥ് ഷെട്ടി തിരിച്ചറിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത്. കവർച്ചയ്ക്കു ശേഷം ഷെട്ടിയുടെ വീട്ടുമുറ്റത്തെ റിഡ്സ് കാറുമായാണ് ഇവർ രക്ഷപ്പെട്ടത്. കാറും 22,500 രൂപയും ഒരു മോതിരവും കരിമണിമാലയും പോലീസ് കണ്ടെത്തി. ബാക്കി താമസിയാതെ കണ്ടെത്തുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. ഇവർ കവർച്ച നടത്തിയ ശേഷം രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറും ബൈക്കും കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു. മഞ്ചേശ്വരം തുമിനാട്ടിൽ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് റഹ്മാൻ മുബാറക്. മഞ്ചേശ്വരത്തും പരിസരത്തുമായി അടുത്തിടെ നടന്ന നിരവധി കവർച്ചകളിൽ ഇവർക്ക് പങ്കുണ്ടാകുമെന്നാണ് പോലീസ് നിഗമനം. ന്യൂസ് ഡെസ്ക് KCN.
മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. സ്കൂൾ ബസിന്റെയും നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനം നടന്നു. മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾക്കാണ് തുടക്കമായിരിക്കുന്നത്. സ്കൂൾ ബസിന്റെയും നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനം നടന്നു. സ്കൂൾ ബസ് വന്നതോടെ കുട്ടികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായിരിക്കുകയാണ്. P. കരുണാകരൻ MP സ്കൂൾ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ബഡ്ജറ്റിൽ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം 1000 സ്കൂളുകളിൽ 5 വർഷത്തിനുള്ളിൽ സർവദേശീയ പ്രാധാന്യമുള്ള സ്കൂളുകളാക്കിയിട്ട് മാറ്റും. ഹൈടെക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാക്കിയിട്ട് മാറ്റും. ചില സ്കൂളുകൾ മാത്രമാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുക. അപ്പുറത്തെ സൂചിപ്പിച്ചതുപോലെ ചില സ്വകാര്യ സ്കൂളുകൾ അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ എല്ലാ കുട്ടികൾക്കും അങ്ങനെയുള്ള സ്കൂളിൽ പഠിക്കാൻ വേണ്ടി കഴിയണം. അതൊരു ഔദാര്യത്തിൻ്റെ പ്രശ്നമല്ല, കുട്ടികളുടെ അവകാശത്തിൻ്റെ പ്രശ്നമാണ്. കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ നിർവഹിച്ചു. അഡ്വക്കേറ്റ് P. അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. K. രവിവർമ്മൻ, പുഷ്പ, മധുസൂദനൻ, PN വിനോദ് കുമാർ, T. രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. KSEBിയിലെ അന്യായ സ്ഥലം മാറ്റത്തിനെതിരെ പ്രതിഷേധവുമായി ജീവനക്കാർ. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പാഠങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ സൗഹൃദ സംഗമവുമായി SSF. സംഗമം ഒക്ടോബർ 2 മൊഗ്രാൽ പുത്തൂരിൽ. നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യവുമായി തൊഴിലാളികൾ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നു. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസ് മാർച്ച്. മഞ്ചേശ്വരത്ത് വീണ്ടും മണൽ വേട്ട. അനധികൃതമായി കടത്തുകയായിരുന്ന 2 മണൽ ലോറികൾ പോലീസ് പിടിച്ചെടുത്തു. മുനിസിപ്പൽ UP സ്കൂളിന്റെ പൂട്ട് തകർത്ത് കവർച്ച. 9 മാസത്തിനിടെ ഇത് 2ാമത്തെ കവർച്ച. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. വിദ്യാനഗർ മായിപ്പാടി റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്കെതിരെ യുവാക്കൾ രംഗത്ത്. ഉപരോധ സമരവുമായി DYFI. 1 മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ വിവരം ഇനി ഒറ്റ ഡാറ്റാബേസിൽ. UDISന്റെ പരിശീലനത്തിന് ബേക്കൽ പുതിയ കണ്ടത്ത് സമാപനം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.